ഒടുവിൽ അതും നടന്നു. തത്സമയ സംപ്രേഷണവും താരമോടിയുമൊക്കെയായി ശശി തരൂർ സുനന്ദ പുഷ്കർ വിവാഹം. പാലക്കാട്ടെ തറവാട്ടു വീട്ടിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം. പിന്നെ അങ്ങിങ്ങ് ചില സ്വീകരണങ്ങളും. മൂന്നാം കെട്ടിന്റെ മ്ലാനത തരൂരിനോ രണ്ടാം മുഴത്തിന്റെ മടുപ്പ് സുനന്ദയ്ക്കോ ഉണ്ടായിരുന്നില്ല. Apart from that because there is they have become some man. മക്കളായ 3 യുവ കോമളന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു മിന്നുകെട്ട്. അച്ഛന്റെയും അമ്മയുടെയും കല്യാണത്തിന് ഉപ്പ് വിളമ്പാൻ അവസരം ലഭിച്ചവർ. ഇതിന്റെയൊക്കെ പുറകെ എന്തിനു നടക്കുന്നു എന്ന് ചിലർ ചോദിച്ചേക്കാം. സമൂഹത്തിന് സഹിക്കുന്നതേ പൊതുപ്രവർത്തകൻ ചെയ്യാവൂ എന്ന് ഉത്തരം. കാണാൻ സുന്ദരനും അന്തർദേശീയ തലത്തിൽ തന്നെ കാര്യനിർവഹണ ശേഷിയുമുള്ള തരൂരിന് വിവാദങ്ങൾക്കിടെ നഷ്ടങ്ങൾ എത്രയാണ്. എന്തായാലും ഇനി അസൂയ വേണ്ട. വിവാദങ്ങളും വിയർപ്പിന്റെ ഓഹരിയും മറക്കുക. തരൂരിനും സുനന്ദയ്ക്കും ഭാവുകങ്ങൾ. ഒരു വ്യാഴവട്ടക്കാലം കാത്തിരിക്കുക. ജീവിത നിയോഗങ്ങളോട് സന്ധി ചെയ്ത് ഒന്നാകുക. അത്തരമൊരു അപൂർവ മാംഗല്യത്തിന്റെ കഥയാണ് ഇനി. കൊച്ചിയിൽ നിന്ന് BJ പ്രദീപാണ് ഈ കഥ അവതരിപ്പിച്ചത്. 1998 അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു ജോൺ. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനൊന്നും മെനക്കെടാതിരുന്ന ജോണിനെ അടുത്ത സുഹൃത്തായിരുന്നു വിവാഹത്തിന് പ്രേരിപ്പിച്ചത്. അധ്യാപികയായ ഷീലയെയായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ജോൺ തീരുമാനിച്ചത്. 1998 ഓഗസ്റ്റ് 23 വിവാഹം നടത്താനും തീരുമാനിച്ചു. പക്ഷേ ഒക്കെ വളരെ പെട്ടെന്ന് തകിടം മറിഞ്ഞു. 1998 ജൂൺ 14 രാഷ്ട്രീയ പ്രതിയോഗികൾ ജോണിനെ വെട്ടിവീഴ്ത്തി. നിശ്ചയിച്ച വിവാഹവും മുടങ്ങി. കണ്ടക്കടവ് റോഡിൽ വെച്ച് തന്നെ രാഷ്ട്രീയമായി DYFI മാർക്സിസ്റ്റ് പ്രവർത്തകർ തല്ലി കൈയും കാലൊക്കെ ഓടിച്ച് മരിച്ചു എന്നുള്ള നിലയിൽ തന്നെ ഉപേക്ഷിച്ചു പോയതാണ്. ആ ആക്സിഡന്റിന് ശേഷം പിന്നീട് ഞാൻ വിവാഹം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് മാറിയാണ് ചെയ്തത്. ഷീലയും മറ്റൊരു വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ നീണ്ട 12 വർഷങ്ങൾ. പണത്തിനോ ഡൗറിക്കോ ഒന്നും അല്ല വന്നത്. അയാൾ വന്നത് എന്നെ കാണാനാണ്. എന്നെയാണ് ആഗ്രഹിച്ചു. അതാണ് എന്നെ കൂടുതൽ ജോൺ ആഗ്രഹിക്കുന്നത്. വേറൊരാളിനെ കാണാത്തൊരു വ്യക്തിത്വം ഞാൻ ജോണിൽ കണ്ടു. അത് എന്നെ അവസാനം വരെ 12 വർഷം വരെ ഞാൻ വേറൊരാൾ കണ്ടിട്ടില്ല. ഇതിനിടെ ജോൺ പഞ്ചായത്ത് പ്രസിഡന്റായി. ഷീല ദോഹയിൽ അധ്യാപികയും. ഒടുവിൽ 12 വർഷത്തിനു ശേഷം പക്വതയോടെ ഇരുവരും ഒരു തീരുമാനത്തിലെത്തി. ഒരിക്കൽ മുടങ്ങിയ വിവാഹ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ. 12 വർഷം മുമ്പ് വിവാഹത്തിനായി നിശ്ചയിച്ച അതേ ദിവസം ഓഗസ്റ്റ് 23 തന്നെയായിരുന്നു ഇവർ വിവാഹത്തിനായി വീണ്ടും തിരഞ്ഞെടുത്തത്. ഇയാള് ഒരിക്കലും വിവാഹം പ്രതീക്ഷിച്ചല്ല ഈ വർഷം ലീവിന് വന്നത് തന്നെ. ഒരു ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ഈ വർഷം വിവാഹം നടത്താം, അത്തരത്തിലുള്ള നടപടിക്രമങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പെട്ടെന്ന് ഇതാന്ന് പറയുന്നത് 2 ആഴ്ച കൊണ്ടാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. ഏറെ വൈകിയെങ്കിലും ഒടുവിൽ ഒരുമിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ ദമ്പതിമാർ. വെട്ടേറ്റാലും വഴിവിരിഞ്ഞാലും അണയാത്ത സ്നേഹത്തിന്റെ നിറനിലാവിന് മുന്നിൽ കാലം പോലും തോറ്റുപോകുന്നു. പ്രേക്ഷകരോടൊപ്പം ന്യൂസ് വാച്ചും ജോണിനും ഷീലയ്ക്കും മംഗളാശംസകൾ നേരുന്നു. മറ്റെന്തിനു പിന്നിലായാലും മദ്യപാനത്തിൽ കേരളം പുറകിലാവില്ലെന്ന് ഉറപ്പ്. അതിന് സർക്കാർ അനുവദിക്കുകയുമില്ല. തിരുവോണ നാളിൽ കേരളത്തിൽ ചിലവായത് 20.8 കോടി രൂപയുടെ മദ്യം. ഓണക്കാലത്തെ മൊത്ത വിൽപ്പന 170-ലേറെ കോടിയുടേതാണ്. കാണമെന്നല്ല, എന്തു വിറ്റായാലും നമ്മൾ ഓണം ആഘോഷിക്കും. അടിച്ചു ഫിറ്റായി വെളിവില്ലാതെ നടക്കും. ദിവസം സംസ്ഥാനത്ത് ബിവറേജസ് കോർപ്പറേഷൻ 20.8 കോടി രൂപയുടെ മദ്യം വിറ്റതായാണ് ഏകദേശ കണക്ക്. 14.23 ലക്ഷം രൂപയുടെ മദ്യം ചിലവായ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ഓണക്കാലത്ത് ഏറ്റവും അധികം മദ്യം വിറ്റത്. 13.89 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പനയുണ്ടായ തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കാണ് 2ാം സ്ഥാനം. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ 176.42 കോടി രൂപയുടെ മദ്യം ബിവറേജസ് കോർപ്പറേഷന് കേരളത്തിൽ ചിലവായിട്ടുണ്ട്. മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 15% വർധനവാണ് മദ്യവിൽപ്പനയിൽ ഉണ്ടായത്. വിറ്റഴിക്കപ്പെട്ട മദ്യത്തിന്റെ 50 മുതൽ 60% വരെ റമ്മാണ്.
20% ബ്രാൻഡിയും 5% വിസ്കിയും വിറ്റഴിക്കപ്പെട്ടു എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇപ്പൊ ഓണത്തിന് സത്യമായിട്ടുള്ള കാര്യമാണ്. ഓണത്തിന് വരുമ്പോ വള്ളം കളിയാണ് ഇപ്പൊ മെയിനായിട്ട്. കാരണം ഈ വള്ളംകളിക്ക് ഒരു വെള്ളംകളി കളിച്ചാലേ സംഗതി നടക്കുള്ളൂ. കാരണം അന്നലെ ആളുകൾക്ക് തലയിരുത്തി നടക്കാൻ പറ്റുള്ളൂ. ഈ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. മുക്കിന് മദ്യശാലകളും വിദേശ മദ്യ വിൽപ്പന കേന്ദ്രങ്ങളും തുടങ്ങിയാൽ നാട്ടിൽ കുടി കൂടാതിരിക്കുമോ? കീശ വീർപ്പിക്കുന്നത് അബ്കാരികൾ മാത്രമല്ല, അവർക്ക് ഓശാന പാടുന്നവരും കൂടിയാണല്ലോ. ആര് കുടിച്ചു ചത്താലും കിട്ടാവുന്നത് എത്രയും വേഗം കീശയിലാക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. മുക്കുടിയന്മാരെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ KTDC നമുക്ക് പായസം മാത്രമല്ല മധുരമുള്ള ഒരു വാർത്തയും തന്നു. ഓണത്തിന്റെ ഒരാഴ്ച KTDCയുടെ ഹോട്ടലുകളിൽ വിറ്റത് 10 ലക്ഷം രൂപയുടെ മദ്യമാണ്. എന്നാൽ പായസം വിറ്റതാകട്ടെ 1/2 കോടി രൂപയ്ക്ക്. ചാലക്കുടിയും പിന്നീട് 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാമതേക്കും കുതിച്ചെത്തിയ കരുനാഗപ്പള്ളിക്കാരെ അറിയാൻ KTDC പറയുന്നത്, ഇത്തവണ ഞങ്ങൾ മദ്യത്തെക്കാൾ വിറ്റത് പായസമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മദ്യപന്മാരായ നിങ്ങൾ നൽകിയിരുന്ന സേവനം ഞങ്ങൾ വിസ്മരിക്കുന്നില്ലെങ്കിലും പായസപ്രേമികളാണ് നിങ്ങളെ തോൽപ്പിച്ചത്. തിരുവനന്തപുരം ചൈത്ര ഹോട്ടലാണ് 9 ലക്ഷം രൂപയുടെ പായസം വിറ്റ് 1-ാം സ്ഥാനം നേടിയത്. അവിടെ ഇതേ സമയം 2.5 ലക്ഷം രൂപയുടെ മദ്യം മാത്രമേ വിറ്റു. തൃശൂർ ടാമറൻസ് ഹോട്ടൽ 7.25 ലക്ഷം രൂപയുടെയും കോഴിക്കോട് മലബാർ മാൻഷൻ 6 ലക്ഷം രൂപയുടെയും പായസ വിൽപ്പന നടത്തി 2-3 സ്ഥാനങ്ങൾ നേടി. വഴിയോര കേന്ദ്രങ്ങളിൽ 1-ാം സ്ഥാനം 2 ലക്ഷം രൂപയുടെ പായസം വിറ്റ കായംകുളം ആരാമിനാണ്. ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പുറമെ സിനിമാ താരങ്ങളും പായസമേളയിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയും കായംകുളത്ത് ഇന്നസെന്റുമാണ് പ്രധാനമായി പങ്കാളിയായത്. കമലഹാസൻ 2 കേന്ദ്രങ്ങളിൽ KTDCയുടെ പായസം രുചിച്ചു നോക്കി. KTDCയുടെ ബ്രാൻഡ് പായസമായ നവരസ പായസമാണ് വിൽപ്പനയിൽ റെക്കോർഡ് നേടിയത്. അട, പാലട, സേമിയ, പാൽ, കരിക്ക്, ചക്ക, മാങ്ങ, അവിൽ തുടങ്ങിയ പായസങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കിയത്. പായസ വിൽപ്പനയുടെ കണക്കുകൾ പ്രധാനമായും ബന്ധപ്പെട്ടവർക്ക് പ്രേരണ നൽകുന്നത് ഒരു കാര്യത്തിലായിരിക്കും. KTDCയുടെ മാതൃക പിന്തുടർന്ന് ബിവറേജസ് കോർപ്പറേഷൻ ചില്ലറ വിപണന കേന്ദ്രങ്ങൾ വഴി ഓണക്കാലത്തെങ്കിലും പായസ വിൽപ്പന കൂടി തുടർന്നിരുന്നെങ്കിൽ. ടൂറിസം എന്നാൽ മദ്യോത്സവമാണെന്നും മറ്റുമുള്ള ആരോപണങ്ങളെയാണ് KTDC ഓണപ്പായസം കൊണ്ട് നിഷ്പ്രഭമാക്കി കളഞ്ഞത്. പ്രിയപ്പെട്ട ചെറിയാൻ ഫിലിപ്പിന് ന്യൂസ് വാച്ചിന്റെ മധുരം ചാലിച്ച അഭിവാദനങ്ങൾ.